നീ ഇത് തന്നാലേ എനിക്ക് എന്റെ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ടല്ലേ നിന്റെ അടുത്ത് ലാപ്ടോപ്പ് വയ്ക്കുന്നേ. ഒന്ന് സഹകരിക്കടാ, ഞാൻ ഇതൊന്നും അയച്ചെന്ന് അപ്പം തന്നെ ഞാൻ നിനക്ക് തരാം. എന്നാ പിന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്ക്. നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? എനിക്ക് സിറ്റി ന്യൂസിലേക്ക് ഒരു സ്റ്റോറി അയക്കാനുണ്ട്, അതുകൊണ്ടല്ലേ. എന്ത് സ്റ്റോറി? ലഹരിയും വഴിതെറ്റുന്ന തലമുറയും, അതാണ് കോൺസെപ്റ്റ്. പക്ഷേ തുടക്കം എന്നാ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം കിട്ടുന്നില്ല. സ്റ്റാർട്ടിങ് ട്രബിൾ. ഒരു കാര്യം ചെയ്യും, നീ 2 എടുത്ത് വീശ്, അപ്പൊ സെറ്റാവും. എന്റെ ഈ സാധനം ഉണ്ടോ? എന്റെ ഈ സാധനം തീർന്നു. അയ്യോ, എന്റെ ഒരു സാധനമൊന്നുമില്ല. ഞാൻ അടിയൊക്കെ നിർത്തി. ഞാൻ ഇപ്പൊ നല്ല ഒച്ച. അതെ പറഞ്ഞില്ലല്ലോ. അതിൻ്റെ കഴിഞ്ഞ് അയച്ചു കൊണ്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, വരവ് വെച്ചിരിക്കുന്നു. പിന്നെ എല്ലാവരും അടുത്ത് അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു സാനിറ്ററി പാഡ്സിന്റെ വർക്ക് കിട്ടിയിട്ടുണ്ട്. നിന്റെ തലയിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉദിക്കുന്നുണ്ടോ? അത് പ്ലാൻ ചെയ്യാൻ ഈസി അല്ലേ? എന്താ? ടിവിയിൽ പരസ്യം വരൂലേ പാഡിന്റെ, അപ്പൊ അതിന് കുറച്ച് കോപ്പി ചെയ്തെടുക്കണം. കോപ്പി അടിച്ചിട്ട് വർക്കൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കുറച്ച് എത്തിക്സ് ഉള്ള ഒരാളാണ്. എനിക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വേണം. ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അത് ആലോചിച്ചേ പറ്റത്തുള്ളൂ. നീ ആലോചിച്ച് തരുമോ? അതെ, നീ ഇവിടെ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കല്ലേ, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. കുത്തിയിരുന്ന് ആലോചിക്ക്. എനിക്കെന്നെ വർക്ക് ചെയ്യണം. എന്ത് ചെയ്യാം? പാട്ടുപാടി ഉറക്കാൻ എന്ത് പാട്ട് പിന്നെ പാടി ഉറക്കിയാ മതി. ഉണ്ടായിരുന്നേ എന്ത് നല്ല പാട്ടല്ലേ മോളെ അത്. ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തോന്ന് കാര്യം? എനിക്കൊരു ആഡ് കിട്ടി. അപ്പൊ അതിന്റെ സ്റ്റോറി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. ആണോ? അമ്മാന്റെ കയ്യിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? എന്റെ ദൈവമേ, എന്റെ കയ്യിൽ എന്തുമാത്രം കഥയുണ്ടെന്നറിയാമോ? ഒരു മിനിറ്റ് പ്രിപ്പയർ ആവട്ടെ. ഏത് ടൈപ്പ് സ്റ്റോറിയാണ് വേണ്ടത്? പറ. എനിക്ക് വേണ്ടത് കഥാസാരം പറ, എങ്ങനെ ഉള്ളതാണെന്ന് പറ. എനിക്ക് വേണ്ട മാവാ, വേണ്ട സ്റ്റോറി വേണ്ട. എടി മോളെ പറ, എൻ്റെ ഒരു സ്റ്റോക്കാണ് കഥകള്. നിനക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതെടുത്തോ. അത് ശരിയാവില്ല മാവാ, ഞാൻ ചിന്തിച്ചോളാം. വേണ്ട. ഇതെന്ത് എടി നീ എന്ത് ചിന്തിച്ച് നിന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റിയൊന്നുമില്ല. എൻ്റെ നല്ല ബുദ്ധിയാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത് എൻ്റെ മങ്കി സിംഗിന്റെ ഒരുപാട് കഥകളുണ്ട്. അതിൽ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. അമ്മാവൻ്റെ അടുത്ത് എനിക്ക് കുറെ സ്റ്റോറി എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ പിന്നെ ചോദിക്കാം. ഇതിപ്പോ എന്തായാലും എനിക്ക് വേണ്ട. ഞാൻ റൂമിൽ പോയി വിളിച്ചു. അമ്മാവന്റെ കാര്യങ്ങൾ ഏതോ. ഇതെന്തൊരു കഥ വേണമെന്ന് പറയും, എന്നാ എങ്ങനത്തെ കഥ വേണമെന്ന് പറയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റോക്കാണ്, ഇഷ്ടമുള്ള എടുത്തുകൂടായിരുന്നാ. എന്തൊരു പിള്ളേരോ എന്തോ.